കത്തി എന്ന ആയുധം നമുക്ക് വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാരകമായിട്ടുള്ളൊരു ആയുധമാണ് കത്തി. പൊതുവേ നമ്മൾ കളരികളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും കത്തി എടുത്ത് വെച്ചിട്ട് മുകളിലേക്ക് കുത്തുക, വശങ്ങളിലേക്ക് കുത്തുക, അല്ലെങ്കിൽ എടുത്ത് വെച്ചിട്ട് വയറ്റിലേക്ക് കുത്തുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഞാനും നിങ്ങളെ പഠിപ്പിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളിത് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ അങ്ങ് മാറും. പിന്നെ നമുക്ക് എടുത്ത് വെച്ചിട്ട് തലയ്ക്ക് കുത്തുമോ, വശങ്ങളിൽ കുത്തുമോ, പള്ളയ്ക്ക് കുത്തുമോ, വയറ്റിൽ കുത്തുമോ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കുത്താൻ പറ്റും. ഉദാഹരണത്തിന് ഞാനിത് കത്തി ഇല്ലാതെ, കത്തി തൽക്കാലം ഞാൻ മാറ്റി വയ്ക്കുന്നു, കത്തി ഇല്ലാതെ ഇത് കത്തി ഉണ്ടെന്ന് കരുതിക്കോ. ഈ കത്തി വെച്ചിട്ടാണ് അല്പോടെ ഫ്രണ്ട് എടുത്തോ. അപ്പോൾ ഞാനിത് കത്തി ഈ പഠിക്കുന്നതല്ലാതെ, അതായത് ഈ പറയുന്നത് പോലെ തലയ്ക്ക് കുത്തുക, വശങ്ങളിൽ കുത്തുക, ഇങ്ങനെ സ്ലോയിൽ നമ്മൾ ചെയ്ത് പഠിക്കുന്നതോ സാധാരണ നമ്മൾ കളരികളിൽ ചെയ്യുന്ന പോലെ ഈ രീതിയിലുള്ള ഈ മൂവ്മെൻറ്റ്സോ ഒന്നും അല്ലാതെ വളരെ വേഗത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്. മറ്റ് മാർഷൽ ആർട്സിൽ അത് ചെയ്യുന്നുണ്ട്, മിലിറ്ററിയിൽ വളരെ നല്ല രീതിയിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കത്തിയുടെ പ്രയോഗങ്ങളും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഈ കയ്യിൽ കത്തി ഉണ്ടെന്ന് കരുതുക. ഈ കയ്യിൽ ഞാൻ തൽക്കാലം കത്തി ഉപയോഗിക്കുന്നില്ല. ഞാനിപ്പോൾ ഈ കത്തി ഇതിനകത്തുണ്ടെന്ന് കരുതുക. ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ നോക്കിയോ. അതായത് ഒരു തവണ, 2, 3 പ്രയോഗം കഴിഞ്ഞു. ആ 3 എണ്ണം നിനക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് പ്രാക്ടീസ് ഉള്ള ആളിന് ചിലപ്പോൾ ഒരു പക്ഷേയൊക്കെ പറ്റിയേക്കാം. എന്തായാലും ഞാൻ പറയുന്നത് അതനുസരിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വേഗത കൂട്ടിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യാനും പറ്റില്ല. അത് വേഗതയുടെ കാര്യം പ്രാക്ടീസിലാണ് ഇരിക്കുക. ഒരു പക്ഷേ ഇത് കാണുമ്പോൾ തോന്നും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഞാൻ വീണ്ടും പ്രാക്ടീസ് കൂടണം. ആർക്കാണോ പ്രാക്ടീസ് ഏറ്റവും കൂടുതലുള്ളത് അവർക്കായിരിക്കും മുൻതൂക്കം. ഒന്നുകൂടെ വാ, ഞാൻ സ്ലോയിൽ കത്തി കാണിച്ചതാണ്. ബ്ലോക്ക് ചെയ്യണ്ട. 1, 2, 3 സ്പീഡ് കാണിച്ചതാണ്. 1, 2, 3 ഒന്നുകൂടെ. മൂവ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നല്ലോ, വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. കത്തിയുണ്ട്. ബ്ലോക്ക് ചെയ്തോ. ഒന്നുകൂടെ ബ്ലോക്ക് ചെയ്തോ. ഒന്നുകൂടെ. അതായത് കത്തിയാണ്ടിരിക്കുന്നത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ കിട്ടില്ല, കൈയൊക്കെ മുറിഞ്ഞുകൊണ്ട് പോകും. ഒന്നുകൂടെ ബ്ലോക്ക് ചെയ്തോ. അതായത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കളരികളിൽ നമ്മൾ ബേസ് മാത്രമാണ് എടുത്തു വച്ചിട്ട് ഇങ്ങനെ കുത്തുക, ബ്ലോക്ക് ചെയ്തോ, ഇങ്ങനെ പിടിക്കുന്നത്, അല്ലെങ്കിൽ വശങ്ങളിൽ കുത്തുമ്പോൾ ഈ ബ്ലോക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കളരി പഠിച്ച് തീരുന്നത് വരെയും ഈ കുത്തല്ല നമ്മൾ പഠിക്കുന്നത്. ഓരോ ലെവൽ അനുസരിച്ചും അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഡൗട്ട് തോന്നും. ബ്ലോക്ക് ചെയ്യാനും പറ്റും. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നീട് പറയാം.